ഹായ്, ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ 2 കടായി മേടിച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെയാണ്. ഒന്ന് ചൈനീസ് കടായിയാണ്, ഇത് ഒരു കോട്ടിങ്ങൊക്കെ ഉള്ള കടായിയാണിത്. അപ്പം നമ്മൾ ഈ രണ്ടും നമ്മൾ വൃത്തിയായിട്ട് മയക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് കടായി നമ്മൾ എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ കടായിയൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വൃത്തിയായിട്ട് കഴുകി, അതിന് പാചകം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് കഴുകി തുടച്ച് കുറച്ച് ഓയിലൊക്കെ പുരട്ടി വെക്കണം. അല്ലെങ്കിൽ നമ്മളെ കടായിൽ നിന്ന് വേഗം തുരുമ്പ് പിടിച്ച് പോകും. ഇരുമ്പായാലും വേഗം തുരുമ്പ് പിടിക്കും. വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന സ്ഥലത്ത് വേഗം കേടായിപ്പോവും, തുരുമ്പ് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൊല്ലം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ വലിയ വില കൊടുത്ത് നമ്മൾ മേടിക്കും. പക്ഷേ ഒരുപാട് കാലമൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ അത് കാട്ടികളയാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനും പറ്റും. അപ്പം ഞാനിത് മേടിച്ചിരിക്കുന്നത് നമുക്കൊരു ചെറിയ പാചകത്തിൻ്റെ പരിപാടി ഞാൻ തുടങ്ങുന്നുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചത്. ഇത്തിരി വലുതാണിത്. വീട്ടിലൊക്കെ ആകുമ്പോൾ ചെറുത് മേടിച്ചാൽ മതി നമുക്ക്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പോവാം വീഡിയോയിലേക്ക്. അപ്പം നമ്മൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഒരു കടായി, ഇരുമ്പിൻ്റെ കടായി നമ്മൾ ഇട്ടിട്ട് ഒരു 3 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മയക്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ ഞാൻ അത് വീഡിയോ ആയിട്ട് എടുക്കാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ ഇതിലിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ ആയിട്ട് ഇടാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇട്ടേക്കുന്നത് നമ്മൾ കഞ്ഞിവെള്ളമാണ്. നമ്മൾ ചോറ് വെച്ച അതിൻ്റെ വെള്ളമാണിത്. ചോറ് വെച്ചിട്ട് 2-3 ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ വെച്ചതാണിത്. അപ്പോൾ ഇതൊരു 3 ദിവസമായി. ഇതൊക്കെ നന്നായിട്ട് പൊടിച്ച് അത് നമ്മൾ ഈ ചട്ടി നമ്മൾ ഇട്ടപ്പോൾ, ഈ കടായി നമ്മൾ ഇട്ടപ്പോൾ നന്നായിട്ട് ഞാൻ സോപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ഇട്ടിട്ടും പിന്നെ ഇതിങ്ങനെ ഉണ്ടോ പതഞ്ഞ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. നമ്മളിടുമ്പോൾ ഇങ്ങനെ മുങ്ങി കിടക്കണം. അതിൻ്റെതാ പിടുത്തല്ലേ കൈ, അതുവരെ നന്നായിട്ട് മുങ്ങി കിടക്കണം. എന്നാലേ അതിൻ്റെ തുരുമ്പൊക്കെ പോയി കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എടുക്കാം വെള്ളത്തിൽ നിന്ന്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിനൊക്കെ നല്ല പുളിപ്പായി. 3 ദിവസമായില്ലോ നമ്മൾ ഇട്ടിട്ട്. ഇതൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം. ഞാൻ സ്റ്റീലിൻ്റെ ഇട്ട് ഉരയ്ക്കരുത് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഒന്ന് ഉരച്ച് കഴിയാൻ മതി. തുരുമ്പിളകുന്നുണ്ടോ? കണ്ടോ, നമ്മൾ ഉരച്ച് നന്നായിട്ട് എൻ്റെ തുരുമ്പൊക്കെ പോകുന്നുണ്ടോ? പുറം കൂടെ നമുക്കൊന്ന് ഉരച്ച് കഴിയെടുക്കാം. പുളി എടുത്തിട്ട് നമുക്കൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറേ പുളി വേണമെന്നൊന്നുമില്ല, ഒരു പുളി രസം അത്രയ്ക്ക് മതി നമുക്ക്. അപ്പോൾ ഇതിനുള്ളത് ശരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നൊരു ചട്ടിയല്ല ഇത്. നമ്മൾ പാചകക്കാർ ഉപയോഗിക്കുന്ന ചട്ടിയാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ പാചകത്തിൻ്റെ ഇതൊക്കെ തുടങ്ങാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വലുത് മേടിച്ചതാണ്. ഇതിനും വലുതായിരുന്നു, പിന്നെ അത് മാറ്റി അതിൻ്റെ ചെറുതാക്കി. അപ്പോൾ നമ്മൾ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരു ചൈനീസ് കടായി ഇത് മേടിച്ചിട്ടുണ്ട്. ഭയങ്കര അഴുക്കായിരുന്നു ഇത് മേടിച്ചപ്പോൾ. നന്നായിട്ട് കറുത്തിരിക്കായിരുന്നു. തേച്ച് ഉരച്ച് വൃത്തിയായിട്ട് കഴുകി ഇങ്ങനെ ആക്കി എടുത്തത്. നന്നായിട്ടൊന്ന് ചൂട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം മാറ്റിയിട്ട് വരാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏതെങ്കിലും ഓയിൽ ഒഴിച്ചാൽ മതിയാവും നമുക്ക്. നമുക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ചതച്ച് വെച്ചിരുന്ന തേങ്ങയാണിത്. ഇതിന് പഴയ തേങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും. നമ്മളിത് ഉപയോഗിക്കുന്നില്ലല്ലോ. നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചുറ്റിച്ച് ഇളക്കിയെടുക്കാം. നമ്മൾ
നമ്മൾ എത്ര വലിയ വില കൊടുത്താണ് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഓരോ പാത്രങ്ങളും നമ്മൾ മേടിക്കുന്നത്, ചട്ടികളായാലും എന്ത് സാധനങ്ങളായാലും നമ്മൾ മേടിച്ചിട്ട് നമുക്ക് ഒരു കൊല്ലം പോലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മളത് കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ചട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം, കൊല്ലങ്ങളോളം ഇങ്ങനെ കേട് വരാണ്ടിരിക്കുന്ന ഒന്നാണ്. അതുപോലെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ടാൽ അത് തുരുമ്പ് പിടിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ സൂക്ഷിച്ചാലേ നമ്മൾ കുറേ നാൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നമുക്കതിൻ്റെ കൂടെ ഇനി സബോള കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ആറിയിട്ട് നമുക്ക് ചട്ടി ഒന്ന് കഴുകിയെടുത്താൽ മതി. ഇത് ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഇതിൽ. അപ്പം നമ്മൾ ഒരു കടായും കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിതാണ് നമ്മുടെ ചൈനീസ് കടായി. കണ്ടോ, ഇത് നമ്മൾ പാചകത്തിന് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് വീട്ടാവശ്യത്തിന് എത്ര സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്കിഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. നമുക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ച് നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. കണ്ടോ, ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. കടായിക്ക് ഒരു താങ്ങ് ആവശ്യമാണ്. ഞാൻ ഇവിടെ കലം വെച്ചിട്ടുണ്ട്, അതിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാള ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയ്ക്ക് മതി. നമുക്കിത് ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ മയക്കിയ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉപ്പും പുളിയൊന്നുമുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ ആദ്യമായിട്ട് ഇതിൽ ഉണ്ടാക്കരുത്. നമ്മൾ വല്ല തോരനോ അങ്ങനെ വെളിച്ചെണ്ണ ഉള്ള സാധനങ്ങളൊക്കെ മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ മാറ്റി വയ്ക്കുകയും വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.